ചാടിത്തുള്ളി പോകുന്ന എന്നെയാണ് നിങ്ങളിൽ കാണുന്നത്. പക്ഷേ ഈ ചാടിത്തുള്ളി പോകുന്ന ഉഷാറൊന്നും തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല. ചാടിത്തുള്ളി പോയിട്ട് തിരിച്ചെങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് വിചാരിച്ച ഒരു കഥയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. വൈകുന്നേരം 5 മണിക്കായിരുന്നു കമൽഹാസനും തഗ് ലൈഫിൻ്റെ ടീമും സിറ്റി സെൻറ്റർ ദേറയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു 3:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറുപ്പം മുതൽ വിൻഡോ സീറ്റ് നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് ബസ്സിൽ കയറി ഉടനെ ചാടിക്കയറി ഒരു വിൻഡോ സീറ്റ് നമ്മൾ ഒപ്പിച്ചു. പിന്നെ ഈ സൈഡിൽ കാണുന്ന പച്ചപ്പും ഹരിതാപയാണല്ലോ നമുക്കിഷ്ടം. അതൊക്കെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ടൈം പോയതറിഞ്ഞില്ല. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയിൽ നമ്മൾ സിറ്റി സെൻറ്റർ നേരെ എത്തി. പോർട്രേറ്റിൽ മാത്രം ഫോൺ പിടിച്ച് ശീലമുള്ളതുകൊണ്ട് ലാൻഡ്സ്കേപ്പിൽ എടുക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അതെൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. സോ നമ്മളെത്തി. 5 മണിക്കാണ് പ്രോഗ്രാം, 4:30 എന്നാ പേര് ഹൈപ്പറ. ഇനി ചാടിത്തുള്ളി പോയിട്ട് എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ് ആയി എന്ന് പറയാം. നമ്മൾ വിചാരിക്കുന്നത് 5 മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായാലും അവർ വരാൻ ഒരു 6 അല്ലെങ്കിൽ 7 ഒക്കെ ആവാം. അപ്പോഴേക്കും ഇത്രയും തിരക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വോക്സിൻ്റെ എൻട്രൻസിലോട്ട് കയറിയപ്പോഴേ കാണുന്നത് ഇത്രയും ക്രൗഡാണ്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, കാണുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ അവിടെ പ്രോപ്പറായിട്ടൊരു ക്രൗഡ് കൺട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ക്രൗഡിനകത്ത് പിടിച്ച് നിൽക്കുകയെന്നും പറയുന്നത് ടാസ്ക്കാണ്. എന്നാലും നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മൾ അത്രയും ആഗ്രഹിച്ച് വന്നല്ലേ, വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ച് നമ്മൾ ആ ക്രൗഡിനുള്ളിൽ നിന്നു. പക്ഷേ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ, കണ്ണനെല്ലാം കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ വ്യൂ വളരെ രസകരമാണ്. ഞാൻ 5 അടി എത്താത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ആകെ കാണുന്നതും മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കുറേ തലയാണ്. അതല്ലാതെ എനിക്ക് ഫ്രണ്ട്ലി യാതൊരു വ്യൂ ഇല്ല. അവരിനി വന്നാലും എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് എനിക്ക് 99.99% ഉറപ്പായിരുന്നു. എന്നാലും അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ റെഡിയല്ലാത്ത മൈൻഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. സമയം കുറേ കടന്നുപോയി. വിളക്കും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ആരും വന്നില്ല. ഈ ക്രൗഡിലെ തള്ളൽ മാത്രം മിച്ചം. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പം തിയേറ്ററിലോട്ട് ആൾക്കാർ സെക്യൂരിറ്റീസ് കടത്തി വിടാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. പ്രോപ്പർ ക്രൗഡ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമ്മളും ബാക്കിൽ നിന്നിരുന്ന് നമ്മൾ കുറേശ്ശെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പ്രതീക്ഷ വന്നു, ഓക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോഴേക്കും അടുത്ത അനൗൺസ്മെൻറ്റ് വന്നു, തിയേറ്റർ ഫുള്ളായിരുന്നു. പിന്നെ ഇത്രയും ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം കമൽഹാസൻ ആൻഡ് ടീം ഇവിടെ വന്നിട്ടേ അങ്ങോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു. പ്രമോഷനൊന്നും കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നേരിട്ട് കണ്ടാൽ മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഹാപ്പിയായി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇതുവരെ കുറേ തലകൾ മാത്രം ഉണ്ടായിരുന്ന എൻ്റെ വ്യൂ ഇപ്പം നേരെ സ്റ്റേജിലോട്ടാണ്. അതിന് താങ്ക്സ് പറയേണ്ടത് എനിക്കറിയാത്തൊരു ചേട്ടനോടാണ്. ഈ കുഞ്ഞു കൊച്ച് ആ ക്രൗഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു പുള്ളി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ടിലെത്തി. പക്ഷെ അതൊരു പുതിയ സ്ട്രഗിളിൻ്റെ തുടക്കമൊന്നും വിചാരിച്ചില്ല. ഈ പുറകിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ഒടുക്കത്തെ തള്ളലായിരുന്നു. പാവം കണ്ണൻ എൻ്റെ മേലോട്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 2-3 മണിക്കൂറിൻ്റെ സ്ട്രഗിളിന് ശേഷം അവർ വന്നു. അവർ പോയതിന് ശേഷം പിന്നെ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് ആ ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന്. സത്യം പറഞ്ഞാൽ എന്തോ വലിയ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് കയറുന്ന പോലെ ഇല്ലേ ഞങ്ങളെ രണ്ടുപേരെ കാണാൻ. അത്ര എളുപ്പമായിരുന്നില്ല. ഈ കുട്ടി പാവം ആ ക്രൗഡിനെ മൊത്തം എനിക്ക് വേണ്ടി കൺട്രോൾ ചെയ്ത് വയ്യാണ്ടായി വേർത്ത് നിപ്പാണ് പാവം. അങ്ങനെ ക്ഷീണിച്ച് അവശരായതുകൊണ്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ച് ഓർഡർ ചെയ്ത് വന്ന മിൻറ്റ് ലൈം ഒരു കഷായത്തിൻ്റെ പ്രതീതിയായിരുന്നു. സോ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. എന്നാലും ഹാപ്പിയാണ്. ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ കണ്ടല്ലോ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടെ നടന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അവരുടെ കൂടെ നമ്മൾ പാർക്കിങ്ങിൽ പോയപ്പോൾ നമുക്ക് ജോജി ചേട്ടൻ്റെ കൂടെയും അഭിരാമി ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ കിട്ടി. സോ ഹാപ്പി. എൻ്റെ ദുരന്ത കഥ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവരോടും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.